നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേട് നിയമസഭ ഇന്ന് ചർച്ച ചെയ്യും. എം വിജിൻ ഇത് സംബന്ധിച്ച് ഉപക്ഷേപം അവതരിപ്പിക്കും. ചട്ടം 130 അനുസരിച്ചുള്ള ഉപക്ഷേപത്തിൽ 2 മണിക്കൂറാണ് ചർച്ചയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. പി എ ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് ഗിരീഷ്. തിരുവനന്തപുരത്ത് നല്ല മഴയാണെന്ന് കേട്ടു. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തിരുവനന്തപുരത്ത് നല്ല മഴയാണ്. കാരണം ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ കഴിഞ്ഞ 2 ദിവസമായി ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ ഇതുവരെ തോർന്നിട്ടില്ല. ഇപ്പോൾ ഒരു ചെറിയ ഒരു തോർച്ച മാത്രമാണുള്ളത്. ബാക്കി എല്ലാ മേഖലകളിലും, നഗരമേഖലയിലും അതോടൊപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിലും എല്ലാം തന്നെ കനത്ത മഴ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പോലെ ഇന്ന് സ്കൂളുകൾക്ക് അവധിയൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടുമില്ല എസ് കെ എൻ. ഓക്കെ, താങ്ക് യു വി എ ഗിരീഷ്. ഗിരീഷ്, നമ്മൾ മറ്റേ കാര്യം പറഞ്ഞില്ലല്ലോ, ഞാൻ മറന്നുപോയി. പറഞ്ഞോളൂ. എസ് കെ എൻ, ഈ നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേട് ഇന്ന് നിയമസഭ ചർച്ച ചെയ്യും. അസാധാരണമായ ഒരു സംഭവത്തിലേക്കാണ് നിയമസഭ ഇന്ന് കടക്കുന്നത്. കാരണം ഈ ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ നീറ്റ് നെറ്റ് പരീക്ഷകളിൽ വലിയ തരത്തിലുള്ള ക്രമക്കേടുകളുണ്ട് എന്ന നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഇന്നൊരു ഉപക്ഷേപം വരുന്നു. ചട്ടം 130 അനുസരിച്ച് ഭരണകക്ഷിയിൽ നിന്നും എം വിജിനാണ് ഇത് സംബന്ധിച്ച ഉപക്ഷേപം അവതരിപ്പിക്കുന്നത്. 2 മണിക്കൂറാണ് ഈ ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ചയ്ക്കായി നീക്കിവച്ചിരിക്കുന്നത്. സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ പ്രതികരണങ്ങളെല്ലാം പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ചർച്ച. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. ഈ ഉപക്ഷേപത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഈ ക്രമക്കേടുകൾ കാരണം സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായിട്ടുള്ള ആശങ്കയും അതോടൊപ്പം തന്നെ വിഷമവും, അതോടൊപ്പം ഇത്തരത്തിൽ ഒരു ക്രമക്കേട് നടന്നു, ഇത് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെയും അവരുടെ ഭാവിയെയും തകർത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിയമസഭ ഈ വിഷയത്തിൽ ചർച്ച നടത്തണം എന്നുള്ളതാണ് എം വിജിൻ നൽകിയിരിക്കുന്ന ഉപക്ഷേപത്തിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തോട് യോജിപ്പാണ്. ഇത്തരത്തിൽ ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ ഇത്തരം ക്രമക്കേടുകൾ ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ അപകടത്തിലാക്കും എന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ചർച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ ഒരു പ്രമേയം പാസാക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. മറ്റൊന്ന്, ഇന്ന് നിയമസഭയിൽ ഏറ്റവും പ്രധാനമായി ചർച്ചയ്ക്ക് വരുന്നത് വന്യജീവി മനുഷ്യ സംഘർഷങ്ങളിൽ അപകടത്തിൽപ്പെടുന്നവർക്ക് ഇല്ലെങ്കിൽ മരണപ്പെടുന്നവർക്ക്, പരിക്കേൽക്കുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്ന PS സുബാലിന്റെ ശ്രദ്ധ ക്ഷണിക്കലാണ്. അതോടൊപ്പം കൃഷിനാശം സംഭവിച്ചവർക്കും മതിയായ നഷ്ടപരിഹാരം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് PS സുബാൽ ആവശ്യപ്പെടുന്നത്. പ്രതിപക്ഷമാകട്ടെ വിലക്കയറ്റം, സംസ്ഥാനത്തെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന അതിരൂക്ഷമായ വിലക്കയറ്റം സഭയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. ഇതും ഉപക്ഷേപമായി സഭയിൽ ഇന്ന് പ്രതിപക്ഷം അവതരിപ്പിക്കും. താങ്ക് യു വി എ ഗിരീഷ്.